യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഞാൻ ഓൾറെഡി ഈദ് ഷോപ്പിംഗ് ആയിട്ടൊരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു, നിങ്ങൾ കണ്ടാണ്. അപ്പോൾ ഞാൻ എന്തൊക്കെയാണ് മേടിച്ചിട്ടുള്ളത് ഒന്നും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ അതൊക്കെയാണ് പറയാൻ വേണ്ടി പോകുന്നത്. ഞാൻ എന്തൊക്കെ മേടിച്ചത് നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടി പോവാണ്. സോ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഗൈസ്, ആദ്യം തന്നെ ഞാൻ എനിക്ക് എടുത്ത് എന്താണെന്ന് കാണിച്ചു തരാം. ഇവിടെ വന്നിട്ട് ഞാൻ ഒരു ഷർട്ട് എടുത്തിട്ടുണ്ട്. ഇത് ട്രെൻഡ്സിന്നാണ് കേട്ടോ എടുത്തത്. ഇതുണ്ട്, ഈ കളറാണ് ഷർട്ട്സ്. കാണാൻ പറ്റുന്നുണ്ടോ? യെസ്, ഷർട്ട്സ് ഫ്രണ്ട് ഓപ്പൺ നോർമൽ ഷർട്ടാണ് കേട്ടോ. ആൻഡ് ഇത് ആണ് എടുത്തിരിക്കുന്നതെന്ന്. നല്ല നല്ല തുണിയാണ്, ഇപ്പോഴത്തെ ചൂടിനൊക്കെ പറ്റിയതാണ് ഗൈസ്, നമുക്ക് കംഫർട്ടബിളായിട്ട് ഇടാൻ പറ്റുന്ന തുണി. അപ്പം ഇതാണ് എനിക്കെടുത്ത ഒരു ഷർട്ട് എന്ന് വെച്ചാൽ ഭയങ്കര കംഫർട്ടബിളാണ് ഇടാനായിട്ട് ഈ ചൂടത്ത്. സോ ഇതാണ് കേട്ടോ ഗൈസ് ഒരു ഷർട്ട് എന്ന് പറയുന്നത്. ആൻഡ് നെക്സ്റ്റ് വന്നിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു ടീഷർട്ടാണ് കേട്ടോ. കണ്ടില്ലേ, കാണാം മാസി? ടീഷർട്ടാണ്, ബ്ലാക്ക് ടീഷർട്ടാണ്. ഇത് ഒത്തിരി ലെങ്ത് ഇല്ല, ബട്ട് ഇത് കുറച്ച് ഫ്രീ ആയിട്ട് ടീഷർട്ടാണ്, നമുക്ക് എല്ലാ ഡ്രസ്സിൻ്റെ കൂടെ ഇടാൻ പറ്റും. ഞാൻ ഒരു പാൻസ് മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ കുറേ ആഗ്രഹിച്ച് മേടിച്ച പാൻ്റാണ് ഗൈസ്. ഇതിൻ്റെ പേര് പാരഷൂട്ട് ബെഗി. കണ്ടില്ലേ, ഇതിൻ്റെ എന്ത് പോർഷൻസ് തിരിഞ്ഞായിരുന്നു. ആൻഡ് ഇവിടെ വന്നിട്ട് ഇത് സ്ട്രെച്ചബിളാണ് ഗൈസ്, കണ്ടില്ലേ. ഇത് വന്നിട്ട് ഒരു ഓഫ് വൈറ്റ് കളറാണ്. ഇതാകുമ്പം പ്യൂർ വൈറ്റ് ആകുമ്പോഴത്തേക്ക് നമുക്ക് പെട്ടെന്ന് അഴുക്കാൻ വേണ്ടി നമുക്ക് പേടിയാണ്, ബട്ട് ഇതൊരു ഓഫ് വൈറ്റ് കളറാണ്, നല്ല കളറാണ് ഗൈസ്. അപ്പം ഇതാണ് എൻ്റെ ഈദ് ഔട്ട്ഫിറ്റ് എന്ന് വെച്ചാൽ. പിന്നെ ഞാൻ ഇതൊക്കെ എവിടുന്നാണ് പർച്ചേസ് ചെയ്തെന്ന് വെച്ചാൽ ആ ഷോർട്സിൽ നിങ്ങൾ കണ്ടിട്ടാവും. ഇതൊക്കെ സ്റ്റുഡിയോയിലാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ ഫസ്റ്റ് ടൈം ആണ് കേട്ടോ സ്റ്റുഡിയോയിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നത്. ആൻഡ് നെക്സ്റ്റ് വന്നിട്ട് അനിയത്തിക്ക് മേടിച്ചിട്ടുള്ള ഡ്രസ്സാണ് കാണിക്കാൻ വേണ്ടി പോണത്. ആൻഡ് വന്നിട്ട് ഒരു വൈറ്റ് ടീഷർട്ടാണ്. ഇതിൻ്റെ സ്ലീവ് കണ്ടില്ലേ, നല്ലൊരു സ്ലീവാണ്, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട്. ആൻഡ് ഇവിടെ കണ്ടില്ലേ ഒരു ക്രോപ്പ് ടോപ്പാണ്, വൈറ്റ് ക്രോപ്പ് ടോപ്പ്. ബാക്കിൽ പ്ലെയിൻ ആണ്, ഫ്രണ്ട് ഒന്നുമില്ല. ആൻഡ് ഇത് അടിപൊളിയാണ് ഗൈസ്, നല്ല മെറ്റീരിയലാണ്, ഇടാൻ ഭയങ്കര സുഖമാണ്. ഇതാണ് ഒരു ക്രോപ്പ് ടോപ്പ് മേടിച്ചു. പിന്നെ എനിക്ക് എടുത്തതിൻ്റെ സെയിം അവക്കൊരെണ്ണം എടുത്തിട്ടുണ്ട്, ട്വിന്നിങ് ആവാൻ നോക്കിയതാണ് ഗൈസ് നമ്മൾ. ഇതൊരു സെയിം ആണ്, ബ്ലാക്ക് ക്രോപ്പ് ടോപ്പ്. ഇവിടെ എല്ലാവരും ലൂസ് ഫിറ്റ് ഇഷ്ടപ്പെടുന്ന ആളുകളാണ് ഗൈസ്. ഇവിടെ ഒരു ചെറിയൊരു പ്രിന്റ് മാത്രമേ ഉള്ളൂ, ബാക്കിലൊന്നും ഒന്നുമില്ല. അപ്പോൾ ഇതാണ് ഒരു ബ്ലാക്ക് ടീഷർട്ട്. ഇതും കംഫർട്ടബിളാണ് നമുക്ക് ഇടാൻ വേണ്ടിയിട്ട് ഈ ഒരു സമ്മർ ക്ലൈമറ്റിൽ. ആൻഡ് അപ്പോൾ ഇതാണ് അവൾക്ക് മേടിച്ചത്. പിന്നെ അവൾക്കും എനിക്കും സെയിം ആണ് മേടിച്ചത്. ഇത് വീണ്ടും ഒരു പാരഷൂട്ട് ബാഗാണ്, ബട്ട് ഇത് കുറച്ച് വ്യത്യാസമുണ്ട് ഗൈസ്. ഇതിൻ്റെ കളർ വന്നിട്ട് ഒരു ലൈറ്റ് ലാവൻഡർ കളറാണ്, നല്ല അടിപൊളി ഒരു കളറാണ് കേട്ടോ. നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കളറാണ്, നല്ലൊരു ഫോറിൻ ലുക്കൊക്കെ നമുക്ക് തരും. ഇത് നല്ലൊരു ലൈറ്റ് ലാവൻഡർ ഷെയ്ഡാണ്, അടിപൊളി കളറാണ് ഗൈസ്. കടലിനകത്ത് ആവശ്യമില്ലാതെ കുറേ പോക്കറ്റൊക്കെ ഉണ്ട് ഗൈസ്. ഇതൊക്കെ എന്തിനാണോ ഉണ്ട്, കുറേ പോക്കറ്റ്സ് ഒക്കെ ഉണ്ട്. ആൻഡ് ഏറ്റവും അടിപൊളി പാട്ടെന്ന് വെച്ചാൽ ഇത് കണ്ടില്ലേ, ഇതിൻ്റെ എൻഡ് കണ്ടില്ലേ, കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയത്തില്ല വീഡിയോയിൽ. കണ്ട, ഇത് നമുക്ക് ഇവിടെ ഒരു സെറ്റിങ്സ് ഉണ്ട്, അതിൽ നമുക്കിങ്ങനെ ഇത് ചുരുക്കുമ്പോൾ നമുക്കിത് ജോഗറായിട്ട് സ്റ്റൈൽ ചെയ്യാൻ പറ്റും ഗൈസ്. കണ്ടില്ലേ, ഇവിടെ ചുരുങ്ങും. അപ്പോൾ നമുക്കിത് അങ്ങനെ സ്റ്റൈൽ ചെയ്യാം, അല്ല നമുക്ക് ബാഗി പോലെ ആണെങ്കിൽ അങ്ങനെ സ്റ്റൈൽ ചെയ്യാം, ഇത് ചുരുക്കിയിട്ടാണെങ്കിൽ ജോഗർ പോലെ സ്റ്റൈൽ ചെയ്യാം. അങ്ങനെ രണ്ട് രീതിയിൽ സ്റ്റൈൽ ചെയ്യാൻ പറ്റുന്ന പാൻറ്റാണ്. ആൻഡ് ഇവിടെ വന്നിട്ട് ഇലാസ്റ്റിക്കാണ് ഗൈസ്, നല്ല സ്ട്രെച്ചബിളാണ്, എത്ര ആൾ നമുക്ക് വലിച്ചിടാൻ പറ്റും. ആൻഡ് ഓൾസോ ഇവിടെയും ഉണ്ട്, നമുക്ക് അത്യാവശ്യം നമുക്ക് സൈസ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സാധനം ഇവിടെ ഉണ്ട് കേട്ടോ. നമുക്ക് ഇവിടെ നമുക്ക് സൈസ് അഡ്ജസ്റ്റ് ചെയ്തിടാം. ആൻഡ് അപ്പോൾ ഇതാണ് അടിപൊളിയാണ് ഗൈസ്. നിങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ ഇതുപോലത്തെയൊക്കെ പർച്ചേസ് ചെയ്ത് സ്റ്റൈലായിട്ട് നടക്കാം. ആൻഡ് നെക്സ്റ്റ് വന്നിട്ട് ഉമ്മായിക്ക് എടുത്തൊരു ടോപ്പാണ് കേട്ടോ കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത് ഗൈസ്. ഇത് പ്രിൻറ്റഡ് ആണ്, ഒരു നല്ലൊരു പ്രിൻ്റാണ്, ഒരു നല്ലൊരു ബ്ലൂ കളറാണ്. എന്ത് ബ്ലൂ ആണെന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല, ബട്ട് നല്ലൊരു ബ്ലൂ കളറിനകത്ത് ഒരു ഓറഞ്ച് വൈറ്റ് റെഡ് പ്രിൻ്റാണ് വന്നിരിക്കുന്നത്. താഴെ കണ്ടില്ലേ ഗൈസ്, താഴെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവിടെ പ്രില്ല് വന്നിട്ടുണ്ട്, കാണാൻ പറ്റുന്നുണ്ടോ? ഇവിടെ പ്രില്ല് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ബട്ടൺസ് ആണ്. ഇത് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ബട്ടൺസ് ആണ് കേട്ടോ, ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ബട്ടൺസ് ആണ്. ആൻഡ് സ്ലീവ്സ് വന്നിട്ട് കണ്ടില്ലേ, അടിപൊളി സ്ലീവ്സ് ആണ്, നല്ല ഫ്രീ ആയിട്ട് ഫ്ലൈ ആയിട്ട് കിടക്കുന്ന സ്ലീവ്സ് ആണ്. ആൻഡ് ഈ ക്ലോത്ത് ആണെങ്കിലും അധികം നമുക്ക് ചൂടെടുക്കാത്ത ലൈറ്റ് വെയിറ്റ് ക്ലോത്ത് ആണ്, ഒട്ടും വെയിറ്റ് ഇല്ലാത്ത തുണിയാണ് ഗൈസ്. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും സ്റ്റൈൽ ചെയ്യാം. ആൻഡ് ഇതിൻ്റെ കൂടെ
നമുക്കൊരു ബെൽറ്റ് വരുന്നുണ്ട്. അപ്പോൾ ഗൈസ് ഇതിനവിടെ ഒരു ബെൽറ്റ് വരുന്നുണ്ട് അറ്റാച്ച് ചെയ്ത്. ആൻഡ് ഇത് നമുക്ക് ഷേപ്പ് ചെയ്യാൻ യൂസ് ചെയ്യാൻ പറ്റും. ബെൽറ്റ് ഇല്ലാതെ ഫ്രീ സൈസായിട്ട് നിങ്ങൾക്ക് അങ്ങനെ ഇടാൻ പറ്റും. ഫ്രീ ആയിട്ട് ഇടാം, ബെൽറ്റ് യൂസ് ചെയ്ത് ഷേപ്പ് ചെയ്ത് ഇടാൻ പറ്റും. ആൻഡ് ഇത് നല്ലൊരു അടിപൊളി ഇതാണ്, നമുക്ക് ഭയങ്കര ഫ്രീ ആയിട്ട് കിടക്കും, നല്ലൊരു എലഗൻറ്റ് ലുക്ക് തരും. ആൻഡ് നെക്സ്റ്റ് വന്നിട്ട് അനിയത്തിക്ക് അടുത്തൊരു ലോങ് ടോപ്പ് കാണിച്ചു തരാം. ഇതാണ് കേട്ടോ ടോപ്പ്. കണ്ടില്ലേ, ഇവിടെ ഒരു ഇത് വന്നിട്ട് ഒരു ഇലാസ്റ്റിക് പോലെ വന്നിട്ട് ഒരു ഷേപ്പ് ചെയ്യാൻ പറ്റുന്ന സംഭവമാണ്. ആൻഡ് ഇത് വന്നിട്ട് കൈ കണ്ടല്ലോ, ലൈനിങ് ഇല്ല, കൈ 3/4 കൈയാണ്. ആൻഡ് ഇത് ലെങ്ത് ഉണ്ട് ഗൈസ്, ഫുൾ ലെങ്ത് ആണ് ടോപ്പ്. അതൊരു ഡോട്ട് പ്രിൻ്റാണ്. ആൻഡ് ഇതും അടിപൊളിയാണ് ഗൈസ്. അപ്പം ഇത്രയാണ് നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഡ്രസ്സസ് ഐറ്റംസിൽ. പിന്നെ നമ്മൾ 2 ഷൂ മേടിച്ചിട്ടുണ്ടായിരുന്നു, കാണിച്ചു തരാം. ആൻഡ് ഫസ്റ്റ് വൺ വന്നിട്ട് എന്താണ്, ഈ ഒരു പീച്ച് കളർ ഷൂ ആണ് കേട്ടോ. ഈ ഒരു പീച്ച് കളർ ഷൂ ആണ്, കണ്ടില്ലേ, നോർമൽ ഷൂ നമ്മുടെ. ആൻഡ് ഇത് അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്, ഹൈറ്റ് ഉണ്ട്, ലുക്കുള്ള ഷൂ ആണ് ഗൈസ്. ആൻഡ് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ഒരു 399 ആണ്. 399 ഇത് വർത്തായിട്ട് എനിക്ക് തോന്നി ഗൈസ്, ഡു ട്രൈ ഇറ്റ്, ഓക്കെ. ആൻഡ് നെക്സ്റ്റ് ഞാൻ കുറേ നാളായിട്ട് ആഗ്രഹിച്ചിരുന്ന ഒരു ഷൂ ആണ് ഗൈസ്, ഒരു വൈറ്റ് ഷൂ ആണെന്ന്. ആൻഡ് ഞാനൊരു വൈറ്റ് ഷൂ മേടിച്ചു ഗൈസ്. ഇതാണ് ഗൈസ് ആ വൈറ്റ് ഷൂ. ഇതിൻ്റെ പ്രത്യേകത വെച്ചാൽ ബാക്കിൽ ഇങ്ങനെയാണ് കേട്ടോ, കാണുന്നുണ്ടോ, ബാക്കിൽ ഇങ്ങനെയാണ്. ആൻഡ് ഇതും റേറ്റ് വന്നിട്ട് 399 ആണ്. 399 ഈ 2 ഷൂ എനിക്ക് വർത്തായിട്ട് തോന്നി. അപ്പം ഇത് നമ്മളുടെ ഈ പാൻസിൻ്റെ ഉടുപ്പിനോടൊക്കെ മാച്ച് ചെയ്ത് പോകും ഗൈസ്. വൈറ്റ് എല്ലാത്തിനോടെ മാച്ച് ചെയ്ത് പോകും. സോ ഒരു വൈറ്റ് ഷൂ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഗൈസ് ഞാൻ കുറച്ച് ഹെയർ ബാൻഡ്സ് മേടിച്ചിട്ടുണ്ടായിരുന്നു. ജുഡി തന്നെ മേടിച്ചാണ് കേട്ടോ. ഇത് വന്നിട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളറാണ്, കാരണം നമുക്ക് എല്ലാ ഡ്രസ്സിനോടെയും മാച്ച് ചെയ്ത് പോകുന്ന ഹെയർ ബാൻഡ്സ് ആണ്, സ്ട്രെച്ചബിളാണ് ഗൈസ്. നെക്സ്റ്റ് വന്നിട്ട് ഞാൻ മേടിച്ചൊരു ഹെയർ ക്ലിപ്പാണ്, കണ്ടില്ലേ. ആൻഡ് ഇത് നല്ല പ്രിൻ്റഡ് ആയിട്ടുള്ള ക്ലിപ്പാണ്, നല്ല ഭംഗിയുണ്ട്, ഒരു യെല്ലോയിഷ് കളറാണ് ഗൈസ്. ഇതാണ് ആ ക്ലിപ്പ്. സോ അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ഇതിന് വേണ്ടി പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനിയും കുറച്ചുകൂടി പർച്ചേസ് ചെയ്യാനുണ്ട്. അനിയനൊന്നും ഡ്രസ്സ് എടുത്തിട്ടില്ല നമ്മൾ, അപ്പോൾ അതൊക്കെ എടുക്കണം ഇനി. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇപ്പോൾ മേടിച്ചിട്ടുള്ളത്. സോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് നിങ്ങളുടെ ഇത് ഷോപ്പിംഗ് ഒക്കെ എവിടം വരെ, ഇത് പ്രിപ്പറേഷനൊക്കെ എവിടം വരെ എന്നൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ എത്ര ഉള്ളൂ ഇന്നത്തെ വീഡിയോ. സീ യു.